എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പൂ ഉണ്ടാക്കണ്ടേ? കുറേ നാളായല്ലേ പൂവൊന്നും ഉണ്ടാക്കാത്ത. നമുക്കിന്ന് ഇങ്ങനൊരു പൂവാക്കി കാണിക്കണ്ടേ നമുക്ക്. ഞാൻ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അധികം പണിയൊന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് വലിയൊരു പൂ നമുക്ക് മുമ്പേ ഉണ്ട്. അത് നിങ്ങൾ കണ്ടത് പുതിയതായിട്ടുള്ളവർക്കൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. ഇതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിങ്ങനെ കവറിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഇത് പിടിച്ചാൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയത് അങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇത് എളുപ്പം നമുക്ക് ഉണ്ടാക്കല്ല. അറിയുന്നവരായിരിക്കും അധികം, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. മുട്ട ഇങ്ങനെ പിടിക്കണം, കളിപ്പോന്നായിട്ട് അറിഞ്ഞു. എത്ര കളർ വേണമെങ്കിലും എടുക്കാം. നല്ല കളറിലുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ പലതരം പൂക്കളുണ്ടാക്കാൻ നല്ല സ്റ്റൈലായിട്ടുള്ള പൂക്കളുണ്ടാക്കാൻ നമുക്ക് ഒന്ന് പഠിച്ചാൽ നമുക്ക് വലിയ ഐഡിയ വരും. കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നില്ലേ, ഏകദേശം ഒരു മനസ്സിലാവാൻ മാത്രം. ബാക്കി നിങ്ങൾ ഈ ചാനലിൽ നോക്കിക്കോ. ഞാൻ ആദ്യം തന്നെ ഇടുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഇങ്ങനെയൊന്നും വേണ്ട, നൂലെടുത്ത് കെട്ടിയിട്ട് ഒരു കിറുക്കിലുണ്ടായാൽ മതി. നമുക്ക് അതിന് തണ്ടിന് വേണ്ടി ഒരു കിറുക്കിലും അതിനെന്തെങ്കിലും ഒരു പച്ച തുണിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കടലാസോ എന്തെങ്കിലും ചുറ്റിയാൽ അതിന് തണ്ടുമായി. നല്ല കവറിലുണ്ടെങ്കിൽ നല്ല സ്റ്റൈലില്. അതിന് കളറില്ലാത്ത ഉണ്ടെങ്കിൽ പിന്നെ എന്താണെങ്കിൽ നമുക്ക് സ്കെച്ച് പെന്നുകൊണ്ടല്ലോ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ നല്ല രസമുണ്ട്. പലതരം കളറുണ്ടാകും. ഇതെല്ലാം ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കുക. വേണ്ട കവർ കിട്ടുന്ന ഉണ്ടാക്കുന്ന എല്ലാം നല്ല വൃത്തി തണ്ടുവാക്കിയിട്ട് ടച്ചാക്കിയിട്ട് ഒരു ഇതിൽ വെച്ചാൽ നല്ല രസമായി കിട്ടാലോ. ഉണ്ടല്ലേ, ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ആക്കി. നമുക്ക് നമ്മളെ അധികം ഒരു ഇതിലെ പൂവെന്നല്ല ഇങ്ങനെ ഉണ്ടാക്കുന്നത്, എന്നാലും കാണാൻ നമുക്കൊരു ഇതാ ഇങ്ങനൊരു പൂവാണ്. ഇങ്ങനെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായില്ലേ, ഇതാ കണ്ടില്ലേ. ഈ ഒരു പൂ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. ഇത് ഞാൻ ആക്കിയത് വേറൊരു സ്റ്റൈലിലും ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാ ഇത് ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് ഇത് ഇലയിലുള്ളതാണ് കമ്പിൻ്റെ. അതിൽ ഞാൻ സെറ്റ് ചെയ്തതുണ്ട്. അതാ നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കി. ഇതെല്ലാം നമ്മൾ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയെല്ലാം നോക്കണം. അതാ ഈ പൂക്കൾ രസമുണ്ട് നോക്കിയെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അതാണ്ട നല്ല എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. ശരിക്കും ചെടി മാതിരി തോന്നുന്നുണ്ടായത്. എന്താ ഇങ്ങനെയെല്ലാം എന്തെല്ലോ ഐഡിയ നമുക്ക് ഉണ്ടാവും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഐഡിയ ഉണ്ടാകും നമുക്ക്. ഇതാ ഇത് ഞാൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചത്. അതാ ഈ ഒരു പൂവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പേപ്പറാണ് എടുക്കുന്നത്. അത് ഇന്ന് ഇത് നല്ല ഇതല്ല, ഇന്നും നല്ലത് കിട്ടും. ഇത് ഞാനിടയിലത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തുന്നേ ഇല്ല. ഇത് നമുക്ക് എത്ര ചെറുത് വേണമെങ്കിലും ആക്കാം, എത്ര വലുത് വേണമെങ്കിലും ആക്കാം. ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ ആക്കാം. ഇതുപോലെ ഇത്ര രീതിയിൽ മടക്കിയാൽ മതി. ഇതാണ്ടില്ലേ, ഞാനും കൂടെ കാണിച്ചു തരണം. അതാ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇത് ഏറ്റവും ചെറുതാണ്. എന്താ ഈ മാതിരി ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ട. എന്താ ഇതുപോലെയുള്ള പൂയാവും. ഇതിനെക്കൊണ്ട് ഇതിനേക്കാൾ വലുത് വേണമെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഇത് കൂട്ടിയിട്ട് ആക്കിയാൽ മതി, മുറിച്ചാൽ മതി. എന്താ
ഇതൊന്നും കൂടെ ആക്കിയാൽ ഒരു ഇതളിൻ്റെ ഇതായില്ലേ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുറിക്കണതാ. ചാരങ്ങ മുറിച്ച് അതുപോലെ ഇവിടുന്ന് തുടങ്ങണതാ. ഇവിടുന്ന് തന്നെ തുടങ്ങണേ. ഒന്ന് വളച്ചു കൊടുത്താൽ ഇങ്ങനെ ഇത്രയും വേണ്ടതാ. വേണമെങ്കിൽ ഷേപ്പ് ഇല്ലെങ്കിൽ ഇല്ലെല്ലാം മുറിച്ചൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. എല്ലാ പൂവിനും മുറിക്കുന്നത് ഇങ്ങനെ തന്നെ ഏകദേശം പഠിച്ചാൽ പിന്നെ ഇതിനൊന്നും ഒരു വിഷമമില്ല. എന്താ കണ്ടില്ലേ, 5 തല ഇത് വേണ്ടു. ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കണ്ടേ ഇതിനെ. മൂട് കളഞ്ഞു പോയാൽ പിന്നെ ഇത് ഉറച്ചു പോകുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പിയും വേണം. ഇതിന് വേണ്ടുന്ന സാധനം ഞാൻ പറഞ്ഞു തന്നില്ല അല്ലേ, എന്താ ആക്കുന്നവർ പറയാൻ. ഏതായാലും ഒട്ടിക്കാം. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, ഒരു പണിയുമില്ല. പിന്നെ പഠിച്ചാൽ നമുക്ക് കിട്ടിയതിനെ കൊണ്ടെല്ലാം പോവാകും. എന്നാ നമുക്ക് കിട്ടുന്നത് അതെല്ലാം കൊണ്ട് നമുക്ക് പോവാകും. അല്ല ഞാനിങ്ങനെ ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തോന്നിയതല്ലേ ഇതെല്ലാം. അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ തോന്നി, ഇങ്ങനെ കിടന്നാലെങ്ങനെ വെച്ച് തോന്നിയതാണിതെല്ലാം. കവറെല്ലാം കിട്ടുമ്പോൾ അതെല്ലാം എടുത്ത് അങ്ങനെ ഞാൻ കിടന്നെടുക്കുന്നത്. എനിക്കതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നെടുക്കുന്ന എനിക്കൊരു എവിടെ ഇങ്ങനെ കിടക്കും. അങ്ങനെ വലിയൊരു കാര്യമാണ് ഇതെല്ലാം. നമ്മുടെ മനസ്സിന് ഒരു ഇത് തരും. തീരെ തകർന്നു പോയ മനസ്സാണ്ടായി. 5 തലായില്ലേ അതെ. എല്ലാ പൂമാതിരി തന്നെ ഏതായാലും ഒട്ടിക്കണ്ട്. നിങ്ങൾ എല്ലാം കണ്ട് നോക്കണമല്ലോ കേട്ടോ. നമുക്കത് എന്ത് ജോലി ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെറിയൊരു സമയം ഇതിന് വേണ്ടു. ഒരു പൂ ഉണ്ടാക്കാൻ വലിയ പണിയില്ല, ഒന്ന് സെറ്റിലാക്കാൻ വലിയ പണിയാണ്. ഞാനിപ്പോൾ ഇന്നലെ ഇതെല്ലാം ആക്കി വെച്ചു. ഒരുപാട് സമയം വേണം ഇതൊന്ന് സെറ്റാക്കാം. പക്ഷെ ഒരു പൂവാക്കാൻ ഇത്രയും പണിയില്ല. ഇതങ്ങനെ ആയില്ല കണ്ടില്ലേ. ഇത് കുറച്ച് ഓട്ടയിലും വലുതായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് പക്ഷേ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇവിടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ മതി. ഇതങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കൊടുത്തായത് ഇത് നല്ല രസമായില്ലേ. അതവിടെ പറ്റിക്കോളൂ. പിന്നെ നമുക്കിനി നടുവിൽ ഇങ്ങനെ ഇത് വേണ്ടേ, പൂമ്പൊടി വേണ്ടേ, അതായത് ഇതുപോലത്തെ ഇത് വേണ്ടേ, അതാക്കാൻ നമുക്കൊരു മഞ്ഞ കടലാസ് ഈ ഇതുപോലത്തെ മഞ്ഞ അതിനോണ്ട് അങ്ങനെ ചെറിയൊരു ഇത് ഗോൾഡൻ കമ്പി വേണം നമുക്ക്. ഗോൾഡൻ കമ്പി കൊണ്ട് നമുക്ക് അറ്റൊന്ന് വരച്ചു കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ ചെറുതായി അരിയണം. ഇങ്ങനെ വളരെ ചെറുതായിട്ട് അരിയണം. എന്താ ഇതുപോലെ ഞാൻ ഇതിനോണ്ട് ഇങ്ങനെ അരിഞ്ഞതായിരിക്കണം. ചെറുതായി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കണേ. പറഞ്ഞു തന്നാൽ പോരെ ഇത്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ ചുറ്റിയാണ് ഇങ്ങനെ. ഇത്രയേ വേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേ വെക്കാം.
കണ്ടില്ലേ എന്താ ഇതുപോലെ ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ പച്ച കളർ പേപ്പറോ എന്നായാലും പിന്നെ ലൈനിങ്ങിൻ്റെ തുണിയായാലും എന്തായാലും മതി. ഇതാ ഇങ്ങനത്തെ ഒരു പച്ച കളർ നമുക്കിനി ചുറ്റാൻ ഇതിൻ്റെ അടിയിൽ ചുറ്റാൻ വേണ്ടിയിട്ട് ഇല്ല ഇത്രയേ വേണ്ടു വേണ്ടില്ല. എന്താ ഇത് നമുക്കിന് സെറ്റ് ചെയ്യാം. എന്താ ഇതിന് സെറ്റ് ചെയ്യാം. ഇത്രയേ പണിയുള്ളൂ. നല്ല പൂവായില്ലേ നമുക്ക്. ഇതാ ഇതിൽ സെറ്റ് ചെയ്തില്ലേ. ഇനി പിന്നെ ഞാൻ ഇല വേറെ ആക്കിയിട്ടൊന്നുമില്ല. ഇലയിൽ നിങ്ങൾക്ക് ആക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഞാൻ പിന്നെ വേറെ ഇതിനായിട്ട് ആക്കിയിട്ടൊന്നുമില്ല. ഇനി ഇല വെച്ച് കൊടുത്താൽ നല്ല സെറ്റായി ഇങ്ങനെ സെറ്റാക്കി വെക്കാം. പിന്നെ എന്താ അതുപോലെ നമുക്കിത് ഈ ചോളം ഇല്ലേ, ഇപ്പോൾ ചോളമെല്ലാം നമ്മൾ തിന്നാൻ കൊണ്ടുവന്നാൽ എൻ്റെ ഇത് കളയാതെ നമുക്കിതാ ഉണ്ടായി. ഇത് ഇത്ര പോലെ എനിക്ക് കിട്ടി, ഇതിനുകൊണ്ട് ഞാൻ ആക്കിയതായിരുന്നു. ഇതാ ഇത് ഇതുപോലെ തന്നെ മുറിച്ചാൽ മതി. ഇത് ഇപ്പം ഞാൻ മുറിച്ച പോലെ മുറിച്ചിട്ട് എന്നാൽ ഉണങ്ങിയിട്ട് ആകുമ്പം ഒന്ന് പൊതിരാണ്, വെള്ളം കുടിച്ച് പൊതിരാൻ വെച്ചിട്ട് അതുപോലെ ഉള്ളിൽ അതേമാതിരി തന്നെ ഞാനിപ്പോൾ കാണിച്ച് അതേപോലെ ആക്കിയിട്ട് നല്ല മനോഹരമായിട്ട് പൂവായില്ലേ. തണ്ടിനൊന്നും ചുറ്റിയിട്ടായി. അതുപോലെ പല പൂക്കളും എല്ലാം ഏകദേശം നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഇത് മുറിക്കുന്നത് വേറെയാണ്. ഇനിതാ ഈ മുത്തോണ്ടാണ് ആക്കിനെ. ഇത് 4 തള ഇതിനുള്ളൂ. അതുപോലെ ഇപ്പം നമ്മൾ ഇതാക്കിയ ഇത് 5 തളാണ്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ വെച്ചതുണ്ട്. നമ്മളിത് ഒന്ന് പഠിച്ചാൽ നമുക്കിതെല്ലാം ആവും. ഇതുകൊണ്ട് ഇതുപോലെ ഇതേ പേപ്പർ കൊണ്ട് ഇതാക്കിയതാണ് ഈ പൂമ്പൊടിയെല്ലാം. അങ്ങനെ പലതും നമുക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാറുണ്ട്. നമുക്കൊന്ന് പഠിച്ചാൽ നമുക്ക് എല്ലാം ആവും. ഇതെല്ലാം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒന്ന് ആക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആക്കി കാണിച്ചു തരാം. ഇപ്പം പണിയില്ല. പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആവും. ഇന്ന് നമുക്കിത് മതിയാക്കാം. ഇതാ കണ്ടില്ലേ മനോഹരമായ പൂത. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ.